ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ മാടായി തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം. ആചാരാനുഷ്ഠാനങ്ങളിൽ തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഈ ഭഗവതി ക്ഷേത്രം ഉത്തര മലബാറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രം കൂടിയായി കണക്കാക്കുന്നു. സാക്ഷാൽ ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീഭദ്രകാളിയാണ് മുഖ്യ പ്രതിഷ്ഠ. തിരുവർക്കാട്ടമ്മ അഥവാ തിരുവർക്കാട് ഭഗവതി എന്നും മാടായിക്കാവിലമ്മ അറിയപ്പെടുന്നു. ഭഗവതിയോടൊപ്പം സപ്തമാതാക്കളായ ബ്രഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി, കൗമാരി, ചാമുണ്ഡി എന്നിവരും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. പരമശിവനും മറ്റൊരു മുഖ്യ പ്രതിഷ്ഠയാണ്. ഗണപതി, ശാസ്താവ്, ക്ഷേത്രപാലകൻ എന്നിവരാണ് ഉപദേവന്മാർ. കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരും രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രം മാടായിലുമാണെന്നതാണ് പുരാവൃത്തം. ചിറക്കൽ കോവിലകത്തിൻ്റെ കുലദൈവമാണ് മാടായിക്കാവിലമ്മ. പോഷകസമൃദ്ധമായ ചെറുപയർ, കോഴി നിവേദ്യം എന്നിവ ഇവിടുത്തെ പ്രസിദ്ധമായ വഴിപാടുകളാണ്. ഭഗവതിക്ക് പ്രധാനമായ ശാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചമകാര പൂജയുടെ ഭാഗമാണ് കോഴി നിവേദ്യമെന്ന് വിശ്വാസം. ഇത്തരം നിവേദ്യം മറ്റു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. 2 ശ്രീകോവിലുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. കൂടാതെ നമസ്കാര മണ്ഡപം, ഉപദേവ ക്ഷേത്രങ്ങൾ, ചുറ്റമ്പലം, കലശപ്പുര, കുളം, കിണർ, കാവ് എന്നിവയും ഇവിടെ കാണാം. ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെ അത്താഴ പൂജ നടത്താറില്ല. രാത്രി 8:30 നിവേദ്യം ശ്രീകോവിലിനുള്ളിൽ വയ്ക്കുന്നു. രാത്രി ദേവന്മാർ ഇവിടെ എത്തി ഭഗവതിയെ പൂജിച്ച് അത്താഴ പൂജ പൂർത്തിയാക്കും എന്നാണ് വിശ്വാസം. പിറ്റേന്നു രാവിലെ പൂജാരി നട തുറന്ന് ദേവിയുടെ വാളെടുത്ത് നമസ്കാര മണ്ഡപത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വയ്ക്കുകയും അത് കഴിഞ്ഞ് അത്താഴ നിവേദ്യം പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി മാസത്തിലെ 1-ാം തീയതി, നവരാത്രി, ജന്മനക്ഷത്ര ദിവസം തുടങ്ങിയവ ദർശനത്തിന് പ്രധാനം. മാടായി തിരുവർക്കാട് ക്ഷേത്രത്തിൽ കളത്തിലരിയും പാട്ടും വർഷത്തിൽ 3 പ്രാവശ്യം നടക്കുന്നു. മേടത്തിലെ വിഷു, ഇടവത്തിലെ കലശം, മിഥുനത്തിലെ പ്രതിഷ്ഠ, കർക്കിടകത്തിലെ നിറ, ചിങ്ങപ്പൂത്തിരിയും തിരുവോണവും, കന്നിയിലെ കൂത്ത്, തുലാത്തിലെ 8 പാട്ടും കളത്തിലരിയും, തൃക്കാർത്തികയും, ധനുവിലെ പന്തൽക്കാരൻ, മകരത്തിലെ 13 പാട്ടും കളത്തിലരിയും, കുംഭത്തിലെ ശിവരാത്രി, മീനത്തിലെ പൂരം എന്നിവയാണ് പ്രധാന ദിവസങ്ങൾ. അമ്മയെ ശരണം. ഞാൻ രാജു മാരാർ, മാടായിക്കാവിലെ വാദ്യം ജീവനക്കാരനാണ്. 1000-ലധികം വർഷം പഴക്കമുണ്ട് മാടായി ശ്രീ തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിന്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു മഹാക്ഷേത്രമാണ് മാടായി ശ്രീ തിരുവർക്കാട്ടുകാവ്, മാടായിക്കാവ് എന്നറിയപ്പെടുന്ന ഈ പ്രസിദ്ധമായ ദേവീക്ഷേത്രം. ഉത്തര കേരളത്തിൽ ശാക്തേയ പൂജ നടക്കുന്ന അതിപ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മാടായിക്കാവ് ഭഗവതി ക്ഷേത്രം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലായിരുന്നു ഈ ദേവിയുടെ ആരൂഢ സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇന്നും നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്ന ഒരു സന്നിധിയുണ്ട്. അവിടെ നിന്ന് ശാന്തപൂജയിൽ തൃപ്തയാകാത്ത ദേവിയെ പൗരാണിക കാലത്ത്
ശ്രീ പരശുരാമൻ വലംപിരി ശംഖിൽ ആവാഹിച്ച് പടിഞ്ഞാറ് ഭാഗം നോക്കി വലിച്ചെറിയപ്പെട്ടു എന്നും ആ ശംഖ് വന്ന് പതിച്ച സ്ഥലമാണ് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അന്ന് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കോലത്തിരി രാജാവിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. കോലത്തിരി രാജാവിൻ്റെ കുലപരദേവതയാണ് മാടായിക്കാവിലമ്മ എന്നറിയപ്പെടുന്ന തിരുവർക്കാട്ട് ഭഗവതി. വലംപിരി ശംഖിൽ ശ്രീ പരശുരാമൻ ദേവിയെ ആവാഹിച്ച് വലിച്ചെറിയുന്ന സമയത്ത് ഈ പ്രദേശം കടലായിരുന്നു എന്നും ആ ദിവ്യ ചൈതന്യത്തിൻ്റെ പ്രഭയാൽ കടൽ നീങ്ങി കരയായി മാറിയ സ്ഥലമാണ് മാടായി എന്നുമാണ് പറഞ്ഞു കേൾക്കുന്നത്. നിത്യേന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എത്തിച്ചേരുന്നുണ്ട്. ശക്തിപൂജ, ശാക്തേയ പൂജകളാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. ഇവിടുത്തെ പൂജാരി വിഭാഗം പിടാരർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു സമുദായമാണ്. ശാക്തേയ പൂജയ്ക്ക് അധികാരമുള്ള വിഭാഗമാണ് പിടാരർ സമുദായമെന്നും ഇവർ ബംഗാളിൽ നിന്നും കുടിയേറി പാർത്തവരാണ് എന്നുമാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ മഹാക്ഷേത്രത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കർണാടക, തമിഴ്നാട് തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇഷ്ടസിദ്ധിക്കായി പ്രാർത്ഥിക്കാൻ ഇവിടെ ദിനംപ്രതി എത്തിച്ചേരുന്നു. ഒട്ടനവധി നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളും ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ക്ഷേത്ര നവീകരണ സമിതിയുടെയും മാടായിക്കാവ് ഭഗവതി ദേവസ്വത്തിൻ്റെയും നേതൃത്വത്തിലാണ് നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഇതിനിടെ കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര കവാടം, ഗോപുരം, വാതിൽമാടം പുനർനിർമ്മാണം പൂർത്തിയാക്കി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുകയുണ്ടായി. ഇവിടെ ഭക്തജനങ്ങൾ ശക്തിപൂജ, ശത്രുസംഹാര പൂജ, ഗുരുതി പൂജ, കരിങ്കലശം തുടങ്ങിയ വിശേഷാൽ പ്രാർത്ഥനകളാണ് നിത്യേന അഭീഷ്ടസിദ്ധിക്കായി കഴിച്ചു വരുന്നത്. ഇവിടുത്തെ പൂജാ നിവേദ്യം തന്നെ വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. കുരുമുളക് ഉപയോഗിച്ചുകൊണ്ടുള്ള കോഴി മാംസം ആണ് നിവേദ്യമായിട്ടുള്ളത്. അതുപോലെ ചെറുപയർ, പായസം, അവൽ, ഉണ്ണിയപ്പം എന്നിങ്ങനെയൊക്കെയുള്ള നിവേദ്യങ്ങളാണ് ദേവിക്ക് നിത്യേന നിവേദിച്ചു വരുന്നത്. 3 നേരമാണ് ദിവസവും പൂജ നടക്കുന്നത്. രാവിലെ 5 മണിയോടെ നട തുറന്ന് അഭിഷേകം, ഉഷപൂജ എന്നിവ നടക്കും. 5 മണി മുതൽ 5:30 വരെ ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കും. തുടർന്ന് ഉഷപൂജയ്ക്ക് നടയടക്കും. 7 മണിയോടെ ഉഷപൂജ കഴിഞ്ഞ് 7:30 വരെ ഭക്തജനങ്ങൾക്ക് വീണ്ടും ദർശന സമയമാണ്. തുടർന്ന് പന്തീരടി പൂജയ്ക്ക് നടയടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഭക്തജനങ്ങൾക്ക് ദേവീ ദർശനം സാധിക്കുന്നതാണ്. ആ സമയങ്ങളിലാണ് ശാക്തേയ പൂജകൾ, പ്രാർത്ഥനകൾ, വഴിപാടുകൾ നടത്തുവാൻ ഭക്തജനങ്ങൾക്ക് സാധിക്കുക. ക്ഷേത്രം കൗണ്ടർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ഭക്തജനങ്ങൾക്ക് രശീതി സ്വീകരിച്ചുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുവാനുള്ള വിപുലമായ സൗകര്യവും ഭഗവതി ദേവസ്വം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഉത്സവകാലം എന്ന് പറയുന്നത് എല്ലാ മാസങ്ങളിലും ഈ ക്ഷേത്രങ്ങളിൽ ഓരോ വിശേഷാൽ ഉത്സവങ്ങളുണ്ട്. മലയാള മാസം തുടങ്ങുകയാണെങ്കിൽ ചിങ്ങമാസം മുതൽ ആരംഭിക്കുന്ന തിരുവോണം, നിറ, പുത്തരി, അതുപോലെ കന്നിമാസത്തിൽ ചാക്യാർ കൂത്ത്, തുലാവമാസത്തിൽ പാട്ടുത്സവം, വൃശ്ചികമാസത്തിൽ മണ്ഡലകാലത്ത് 1 മാസത്തെ പാട്ടുത്സവം, ധനുമാസത്തിൽ ക്ഷേത്രത്തിൻ്റെ ആറാട്ട് ഉത്സവ ചടങ്ങുകൾ നടക്കുന്ന വടുകുന്ത ശിവക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവം നടക്കുന്നതിനാൽ ഈ ക്ഷേത്രത്തിൽ പ്രത്യേക ഉത്സവ ചടങ്ങുകൾ ധനുമാസത്തിൽ മാത്രമാണ് ഇല്ലാത്തത്. മകരമാസത്തിൽ 14 ദിവസം നീണ്ടു നിൽക്കുന്ന പാട്ടുത്സവം, കളത്തിലരി ഉത്സവം നടക്കും. കുംഭമാസത്തിൽ ശിവരാത്രി, മീനമാസത്തിലാണ് 10,000-കണക്കിന് ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടുന്ന, ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന വിഖ്യാതമായ ഉത്തര കേരളത്തിൻ്റെ വസന്തോത്സവം എന്നറിയപ്പെടുന്ന പൂരമഹോത്സവം നടക്കുക. ആ സമയങ്ങളിൽ ദേവിയുടെ തിടമ്പെഴുന്നള്ളത്ത്, തെക്കിനാക്കൽ കോട്ടയിൽ ദേവീ ദാരിക യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന വിവിധങ്ങളായ ഭക്തനിർഭര ചടങ്ങുകൾ നടക്കുന്നുണ്ട്. വിവിധ സമുദായങ്ങൾ ഉത്സവത്തിൽ പങ്കാളികളാകുന്ന പൂരക്കളി പോലുള്ള ചടങ്ങുകളും ദാരികൻ കോട്ടയിലേക്കുള്ള എഴുന്നള്ളത്ത് തുടങ്ങിയ ഭക്തിനിർഭരമായ ചടങ്ങുകൾ നടക്കും. പൂരോത്സവത്തിൻ്റെ ആറാട്ട് വടുകുന്ത ശിവക്ഷേത്രത്തിൽ ലോകത്തിന് തന്നെ വിസ്മയമായ മാടായിപ്പാറയിൽ
ഒരു വേനലിലും പറ്റാത്ത വടുകുന്ത തടാകത്തിലാണ് ഈ മഹാദേവിയുടെ പൂരംകുളി ആറാട്ട് ചടങ്ങുകൾ നടക്കുക. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പൂരംകുളി ആറാട്ട് ചടങ്ങുകൾ ദർശിക്കുവാനായി വടുകുന്ത തടാകത്തിൽ എത്തിച്ചേരും. മേടമാസത്തിൽ വിഷു ഉത്സവം നടക്കും. അങ്ങനെ മലയാള മാസത്തിൽ ധനുമാസം ഒഴികെ എല്ലാ മാസങ്ങളിലും ദേവിക്ക് വിശേഷാൽ പൂജകൾ, ഉത്സവ ചടങ്ങുകൾ നടക്കാറുണ്ട്. അതുപോലെ കർക്കിടക മാസത്തിൽ മാരിത്തെയ്യം എന്ന് പറയുന്ന ഒരു ഭക്തനിർഭര ചടങ്ങുകളുണ്ട്. പൂർവ്വകാലത്ത് ലോകത്തിന് ജനങ്ങൾക്ക് പിടിപെട്ട ദുഃഖ ദുരിത രോഗങ്ങളിൽ നിന്നും അതൊക്കെ മാറ്റുവാൻ വേണ്ടി ദേവി പ്രത്യേകം ഒരു സമുദായ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നിയോഗിച്ചുകൊണ്ട് മാരി തടകിയൊഴിക്കുന്ന മാരിത്തെയ്യവും ഏറെ പ്രശസ്തമാണ്. കർക്കിടക മാസം 16-ാം തീയതിയാണ് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് മാരിത്തെയ്യം കെട്ടിയാടുന്നത് പതിവുള്ളത്. അതുപോലെ ഇടവമാസത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്ന കലശ മഹോത്സവം നടക്കുക. 7ഓളം തെയ്യക്കോലങ്ങൾ ആ ദിവസം ഇടവമാസം 10-ാം തീയതിയാണ് കളിയാട്ടം കുറിക്കുക. തുടർന്ന് ജന്മഗണിശൻ നൽകുന്ന ഒരു രാശി ശുഭമുഹൂർത്തത്തിലുള്ള ദിവസത്തിലാണ് 7ഓളം തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന കലശോത്സവം എന്നറിയപ്പെടുന്ന പൂർവ്വകാലത്തെ മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്ന കളിയാട്ട ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് അഭീഷ്ടസിദ്ധിക്കായി നിത്യേന രക്തപുഷ്പാഞ്ജലി, അകപൂജ, ഗുരുസ്യപൂജ, ശത്രുസംഹാര പൂജ തുടങ്ങിയ പൂജകൾ നടത്തുവാനുള്ള സൗകര്യമുണ്ട്. ഉച്ചയ്ക്കും വൈകുന്നേരവും നടക്കുന്ന പൂജകൾക്കാണ് ഈ പ്രാർത്ഥനകൾ, വഴിപാടുകൾ നടത്തുവാൻ സാധിക്കുക. അതുപോലെ കാര്യസിദ്ധി ലഭിച്ചതിന് ശേഷം ഭക്തജനങ്ങൾ നടത്തുന്ന ഇവിടുത്തെ വിശേഷാൽ പ്രാർത്ഥനയാണ് വലിയ പൂജ, നിറമാല, വലിയ വട്ടളം പായസം, കാൽവട്ടളം പായസം തുടങ്ങിയ വിശേഷാൽ വഴിപാടുകൾ. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന ഭക്തജനങ്ങൾ ട്രെയിൻ മാർഗത്തിലാണെങ്കിൽ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ. അതുപോലെ വടക്ക് ഭാഗത്ത് നിന്ന് മംഗലാപുരം, കർണാടക ഭാഗത്തു നിന്ന് വരുന്ന ഭക്തജനങ്ങൾ ട്രെയിൻ മാർഗമാണെങ്കിൽ ഇതുപോലെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. ബസ് മാർഗമാണെങ്കിൽ കണ്ണൂരിൽ നിന്നും എരിപുരം മാടായിക്കാവ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ബസ് മാർഗം എത്തിച്ചേരാം. 2 ഭാഗങ്ങളിലൂടെയും വാഹന സൗകര്യങ്ങളും ക്ഷേത്രത്തിലേക്കുണ്ട്. സമീപത്ത് താമസിക്കുവാനുള്ള സൗകര്യമുള്ള ലോഡ്ജുകളുണ്ട്. എല്ലാ സൗകര്യവും ഇനിയും വിപുലീകരിക്കുവാനുള്ള ശ്രമവും ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും, നവീകരണ സമിതിയുടെ ഭാഗത്തു നിന്നും, ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നുമൊക്കെ നടന്നു വരുന്നുണ്ട്. നിത്യേന ഭക്തജനങ്ങൾ ദിനംപ്രതി കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എല്ലാ ഭക്തജനങ്ങൾക്കും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ലോകമാതാവായ ഒരു തമ്പുരാട്ടിയാണ് ദാരികാന്തകയായ മഹാകാളി ശ്രീ ഭദ്രകാളി അമ്മ, ശ്രീ തിരുവർക്കാട്ട് ഭഗവതി എന്നറിയപ്പെടുന്ന മാടായിക്കാവിലമ്മ. നന്ദി, നമസ്കാരം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ഇത് സാക്ഷാൽ തിരുവർക്കാട്ട് ഭഗവതിയുടെ സന്നിധാനം. എല്ലാവരും ഭക്തിയോടെ വന്ന് അമ്മയെ അഭയം പ്രാപിക്കുന്ന സ്ഥലമാണ്. എൻ്റെ പേര് വിജയലക്ഷ്മി. ഇവിടെ 2 വർഷമായിട്ട് ഇവിടെ അടുത്ത് താമസിക്കുന്നതാണ്. ഇവിടെ തൊഴാൻ വരാറുണ്ട്, അമ്മയെ തൊഴാൻ വരാറുണ്ട്. അമ്മയുടെ അനുഗ്രഹം ശരിക്കും പ്രാർത്ഥിച്ചാൽ ഉണ്ടാവും. എല്ലാവർക്കും അമ്മ അനുഗ്രഹം തരും. അന്യദേശത്ത് നിന്ന് പോലും വന്ന് പ്രാർത്ഥിച്ച്
ഫലം കണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങി പോകുന്ന ധാരാളം ഭക്തജനങ്ങളാണ് ഉള്ളത്. ഈ മഹിഷ പ്രാണാപഹാരോദ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജധനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസനി സംഹരാശു ദുരിതം ದುರ್ಗೇ ನಮಸ್ತೆಂಬಿಗೆ. ನಾವು ಮಂಗಳೂರಿಂದ ಬಂದವರು. ನನ್ನ ಹೆಸರು ಮಧು ಅಂತ, ನನ್ನ ವೈಫು ತುಳಸಿ ಅಂತ. ನಾವು ಈ ದೇವಸ್ಥಾನದ ಬಗ್ಗೆ ನಾವು ತುಂಬ ಕೇಳಿದ್ದೇವೆ ಮಂಗಳೂರಿನಲ್ಲಿ. ಹಾಗೆ ನಮ್ಮ ಗುರುಗಳಾದ ಜಿತೇಶ್ನವರು ಹೇಳಿದರು ಈ ದೇವಸ್ಥಾನಕ್ಕೆ ಬನ್ನಿ ಅಂತ, ಇಲ್ಲಿ ಒಳ್ಳೆ ಕಾರ್ಣಿಕ ಉಂಟು ಅಂತ. ಹಾಗಾಗಿ ನಾವು ದೇವರಲ್ಲಿ ಬಂದು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ನಾವು ದೇವರಿಗೆ ಪೂಜೆ ಸಲ್ಲಿಸಿ ನಮಗೆ ಸ್ವಲ್ಪ ಒಳ್ಳೆ ಖುಷಿ ಆಯಿತು. ಈ ದೇವಸ್ಥಾನ ನೋಡಿ ಒಳ್ಳೆ ಕ್ಲೀನಾಗಿದೆ, ಯಾವುದು ಇದಿಲ್ಲ, ಏನಿಲ್ಲ, ಒಳ್ಳೆ ಕ್ಲೀನಾಗಿ ಎಲ್ಲ ಇದಾಗಿ ಉಂಟು. ವ್ಯವಸ್ಥೆವೆಲ್ಲ ಒಳ್ಳೆ ಉಂಟು. ಹಾಗಾಗಿ ನಾವು ಮಂಗಳೂರಿಗೆ ಹೋಗಿ ಎಲ್ಲರ ಹತ್ರ ನಾವು ಹೇಳಿದೆ ಈ ದೇವಸ್ಥಾನಕ್ಕೆ ಬನ್ನಿ ಅಂತ ಹೇಳಿ ನಾವೆಲ್ಲ ಇನ್ನು ತಿರುಗಿ ಹೋಗ್ತಾ ഇದ್ದೀವಿ. ഈ അമ്പല നല്ല ക്ലീൻ ആയിട്ടുണ്ട്, പിന്നെ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ താമസിക്കുന്നത് ബക്കളാണ്, പക്ഷെ ഇപ്പം ഞങ്ങൾ മംഗലാപുരമാണ്. അവിടുന്ന് ഇവിടെ അമ്മേനെ കാണാൻ പറഞ്ഞ കുറേ പ്രാർത്ഥന ഉണ്ടായിരുന്നു, കുറേ നേർച്ചകളും ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ശക്തിയുള്ളൊരമ്മയാണ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെ എല്ലാം വിളിച്ചാൽ വിളിപ്പുറത്തേക്ക് കേൾക്കുന്ന ഒരു ಅಮ್ಮ. ಕೆಲವು ಪೂಜೆಗಳೆಲ್ಲ ಇವೆ. ಅದರಲ್ಲಿ ನಾವು ಸಸು ಸಂಸ್ಕಾರ ಪೂಜೆ ಮತ್ತು ಅಕ್ಕ ಪೂಜೆ, ಕೆಲವು ಪೂಜೆಗಳಿವೆ. ನಮಗೆ ತುಂಬ ಇಲ್ಲಿ ಬಂದ ನಂತರ ತುಂಬ ಸತುಗಳ ವಿನಾಶ ಹಾಗೆ ಎಲ್ಲ ಇದು ನಮಗೆ ಪರಿಹಾರ ಸಿಕ್ಕಿದೆ. ಅದಕ್ಕೋಸ್ಕರ ನಾವು ಇಲ್ಲಿ ಬರ್ತಾ ಇದ್ದೇವೆ. ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടി ഈശ്വര സാമീപ്യത്തിലൂടെ ആന്തരികമായ ഉണർവും ശുദ്ധിയും നേടുകയാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ ലക്ഷ്യം. ക്ഷേത്രങ്ങളെ ശാസ്ത്രീയ രീതിയിൽ പരിശോധിച്ചാൽ അവ കേവലം ആരാധനയ്ക്കായുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല, മറിച്ച് പ്രപഞ്ച ശരീരത്തിൻ്റെയും വിഷ്ടി ശരീരത്തിൻ്റെയും പ്രത്യക്ഷ മാതൃകാ രൂപങ്ങൾ തന്നെയാണ്. ദേഹോ ദേവാലയ ജീവോ ദേവ സദാശിവ എന്ന തന്ത്രശാസ്ത്ര പ്രയോഗം ഇതുതന്നെ സൂചിപ്പിക്കുന്നു. കേവലം സ്ഥൂല ശരീരത്തിൻ്റെ മാത്രമല്ല, മറിച്ച് സൂക്ഷ്മ ശരീരത്തിൻ്റെയും കൂടി പ്രതീകമാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രത്തിൽ പഞ്ചശുദ്ധിയോടെ പോകണമെന്നതാണ് വിധി. ശരീരശുദ്ധി, വസ്ത്രശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി. പഞ്ചശുദ്ധി രോഗാണുക്കളെ പ്രതിരോധിക്കാനും മനസ്സിലെ മാലിന്യങ്ങളെ അകറ്റാനുമുള്ള വിധിയാണ്. അൻപിൻ്റെ ആലയങ്ങൾ അഥവാ ദയയുടെ ഇരിപ്പിടങ്ങളായ അമ്പലങ്ങൾ അസ്വസ്ഥരായ മനുഷ്യർക്ക് സ്വസ്ഥത നൽകുന്നു. അതുകൊണ്ടാണ് ദേവാലയങ്ങൾ വർത്തമാനകാലത്തെ മനുഷ്യൻ്റെ ശുശ്രൂഷാലയങ്ങളായി കരുതപ്പെടുന്നത്. സർവനാശത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ സർവമത പ്രാർത്ഥനകൾക്കും സർവധർമ്മ സമഭാവത്തിനും കഴിയുമെന്ന് വർത്തമാന കാലഘട്ടം ഉദാഹരണങ്ങളിലൂടെ തെളിയിക്കുന്നു. ഇടത്തുനിന്നും വലത്തോട്ട് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുമ്പോൾ മനുഷ്യൻ ഈശ്വരനുമായി കൂടുതൽ അടുക്കുമെന്നും ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. രാവിലെയും വൈകുന്നേരവും ക്ഷേത്രപ്രദക്ഷിണം നടത്തുമ്പോൾ ഭക്തർക്ക് വ്യായാമത്തിൻ്റെ ഫലം ലഭിക്കുന്നു. പ്രദക്ഷിണം, ഏത്തമിടൽ, നമസ്കാരം എന്നിവയെല്ലാം മനഃശാന്തിയോടൊപ്പം ശാരീരിക ആരോഗ്യവും നൽകുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രത്യേക നിർമ്മാണ രീതി കൊണ്ട് അവിടെ നിന്നും പ്രവഹിക്കുന്ന ഭൗമോർജം ഭക്തരിലേക്ക് പ്രവേശിക്കും. ക്ഷേത്രം പാദരക്ഷയില്ലാതെ ചുറ്റണമെന്ന ആചാരം ശാസ്ത്രീയമാണ്. ആയുർവേദാചാര്യനായ സുശ്രുതൻ കൈവിരൽ വെള്ളയിലും കാലിനടിയിലും നിലകൊള്ളുന്ന പോയിന്റുകൾ ശാസ്ത്രീയമായി പഠിച്ച് വിവരിക്കുന്നു. കാലടി ഭൂമിയുമായി സ്പർശിക്കുമ്പോൾ മനുഷ്യന് ഭൂമിയുമായി സ്വാഭാവിക സ്പർശനമുണ്ടാകുന്നു. മനുഷ്യനെ നിലനിർത്തുന്ന ഭൂമിദേവിയുമായുള്ള ബന്ധം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ രക്തസഞ്ചാരം സുഗമമാക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. പാദരക്ഷയില്ലാതെ നടക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് ചരക സംഹിതയിലൂടെ ചരകൻ ഉപദേശിക്കുന്നു. മഹാമര്യാദ, ബാഹ്യഹാര, മധ്യഹാര, അന്തഹാര,
അന്തർമണ്ഡലം എന്നീ പഞ്ചപ്രകാരങ്ങൾ ദേവൻ്റെ സ്ഥൂല ശരീരത്തിനെയും, ശ്രീകോവിൽ, ദേവപ്രതിഷ്ഠ, ഷഡാധാരങ്ങൾ എന്നിവ സൂക്ഷ്മ ശരീരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ചില വാസ്തുഗ്രന്ഥങ്ങൾ ഈ പ്രകാരങ്ങളെ ദേവശരീരമായി അന്വയിപ്പിച്ചിട്ടുണ്ട്. വിശ്വകർമ്മ ഗ്രന്ഥം ഇപ്രകാരത്തിൽ ഗർഭഗൃഹം ശിരസായും, അകത്തെ ബലിവട്ടം മുഖമായും, മണ്ഡപം ഗളമായും, നാലമ്പലം കൈകളായും, പുറത്തെ പ്രദക്ഷിണ വഴി കുക്ഷിസ്ഥാനമായും, പുറംമതിൽ മുട്ടുകളായും, ഗോപുരങ്ങളെ ദേവപാദമായും സങ്കല്പിച്ചിരിക്കുന്നു.